ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോരമയുടെ അടുത്തേക്ക് അമ്മായി വരികയാണ്. എന്നിട്ട് മനോരമനെ കുറച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ്. ആ ഇന്നത്തെ മനോരമയുടെ ഡാൻസ് പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല മനോരമ ഇത്രയധികം ഡാൻസ് കളിക്കുമെന്നൊക്കെ പറയട്ടെ. അപ്പോൾ മനോരമ ശരിക്കും അതിൽ വീഴാണ്. അപ്പോൾ മനോരമ പറയണം, അങ്ങനെ ഞാൻ വേണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല എന്ന് പറയും. എന്നിട്ട് എന്നാൽ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാണ് കേട്ടോ മനോരമയ്ക്ക്. അപ്പം മനോരമ ഭയങ്കര സന്തോഷത്തോടെ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് അമ്മായി പറയുകയാണ്, ഇത് മനോരമയുടെ മുഖത്ത് എന്തോ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ മനോരമ മുഖമൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. അത് ഇപ്പുറത്തെ സൈഡിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുറത്തെ സൈഡിലും തുടയ്ക്കും. എല്ലായിടത്തും ഒന്ന് തുടച്ചേക്കിന്ന് പറയട്ടോ. അങ്ങനെ എല്ലായിടത്തും തുടയ്ക്കുമ്പോൾ മനോരമയുടെ മുഖത്ത് നിറച്ച് കരിയാവാണ് കേട്ടോ. കാരണം അമ്മായി കരിയും കൊണ്ടാണ് വന്നത്. അങ്ങനെ ശ്രുതിയുടെ കല്യാണത്തിന് നമുക്ക് ഇതിലും നന്നായിട്ട് ഡാൻസ് കളിക്കണോട്ടാന്നൊക്കെ മനോരമ പറയുന്നുണ്ട്. അങ്ങനെ അമ്മായി പോയി കഴിയുമ്പോൾ മോഹനേട്ടൻ വന്നിട്ട് നിൻ്റെ മുഖത്ത് എന്താണെന്ന് ചോദിക്കാനുണ്ട്. മുഖത്തോ? എന്നിട്ട് മൊബൈൽ കാണിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് മനോരമ നോക്കുമ്പോൾ ഞെട്ടിപ്പോകട്ടോ. എനിക്ക് പണി തന്നതാണല്ലേ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കൺട്രോൾ കൺട്രോൾ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനോരമയുടെ മുഖത്ത് നിറച്ച് കരി അയക്കുന്നുണ്ട്. അപ്പോൾ മനോരമയുടെ മേക്കപ്പ് മുഴുവനും പോവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് അശ്വിനും ശ്രുതിയാണ്. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മര്യാദ എന്നുള്ള വാക്ക് എന്താണെന്ന് പോലും നിനക്കറിയില്ലല്ലോ. നീ പറഞ്ഞില്ലേ നിനക്ക് ഹൃദയം ഉണ്ടെന്ന്. ഈ അശ്വിൻ സായിറാമിൻ്റെ ഹൃദയം എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കാൻ, ആ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. എൻ്റെ ഹൃദയത്തിലല്ല, ബ്രെയിനിലാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബ്രെയിനിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, അതല്ല ഞാൻ ചോദിച്ചത്, തലയിൽ വല്ലതും ഉണ്ടോ എന്നാണ്. നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അശ്വിൻ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയാനേ സംസാരിക്കാനേ അറിയൂ. നീ വെറും സില്ലി ഗേളാണ്, നിനക്ക് ഹൃദയം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലാതെ നീ ഒരു സില്ലി ഗേളാണ് എൻ്റെ മുന്നിൽ എന്ന് പറയാം. അപ്പോൾ നിങ്ങളാരാണെന്ന് ചോദിക്കട്ടോ. ഞാൻ ASR എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വിന് മനസ്സിലാവുന്നുണ്ട് അശ്വിനെ കളിയാക്കിയിട്ടാണ് ചിരിക്കുന്നതെന്നൊക്കെ. ഈ പറഞ്ഞ ASRൻ്റെ തലയിൽ വല്ലതുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയട്ടെ. ഇതേ വീണ്ടും വഴക്ക് പറയാൻ കേട്ടോ ശ്രുതിനെ. എന്നിട്ട് പറയുന്നുണ്ട്, നീ വേഗം ഡ്രസ്സ് മാറി വായോ, അവിടെ പ്രൈസൊക്കെ അനൗൺസ് ചെയ്യാറായി, വിന്നറെ അനൗൺസ് ചെയ്യാറായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അശ്വിൻ പോകാൻ കേട്ടോ. പിന്നീട് എല്ലാവരും കൂടിയിട്ട് വിന്നറെ അനൗൺസ് ചെയ്യണ ഒരു സമയം കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അഞ്ജലി സ്റ്റേജിൽ കയറിയിട്ട് അശ്വിൻ സായിറാമിൻ്റെ, അതായത് വരൻ്റെ വീട്ടുകാർക്ക് എത്ര പോയിൻ്റ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ 23 പോയിൻ്റാണ് അശ്വിൻ സായിറാമിൻ്റെ ടീമിന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ കൈയടിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഈ സമയത്ത് അശ്വിൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൈയടിക്കുന്നുണ്ട്. പിന്നീട് വിന്നറെ അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വധുവിൻ്റെ വീട്ടുകാർക്ക് എത്ര പോയിന്റ് കിട്ടിയെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വേഗം തന്നെ ചെന്നിട്ട് എനിക്ക് ഗസ് ചെയ്യാൻ പോകുമ്പോഴേക്കും മനോരമ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ കാണിക്കുമ്പോൾ എനിക്കൊന്നും മിണ്ടാതെ തിരികെ പോകും. എന്നിട്ട് അനൗൺസ് ചെയ്യാൻ കേട്ടോ. വധുവിൻ്റെ വീട്ടുകാർക്ക് 24 പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ ടീമിനേക്കാൾ 1 പോയിൻ്റ് മാത്രമേ ശ്രുതിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ട് പ്രൈസ് കൊടുക്കാനായിട്ട് മുത്തശ്ശിനെ സ്റ്റേജിലേക്ക് അഞ്ജലി ക്ഷണിക്കുകയാണ്. ഇതേസമയം പ്രൈസ് വാങ്ങാനായിട്ട് ശ്രുതിയും സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ശ്രുതിയെ നോക്കിയിട്ട് കൈയടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനോരമ മാത്രം അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നുള്ളൂ. അശ്വിനും സന്തോഷം തന്നെയാണ് കേട്ടോ. അശ്വിൻ ഇങ്ങനെ ചെറുതായിട്ടൊരു ചിരിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയെ കാല് തൊട്ട് വന്ദിക്കുന്നതും മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ ശ്രുതിയോടും അശ്വിനും ഒരു സ്നേഹമൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു നടരാജ വിഗ്രഹം ശ്രുതിക്ക് മുത്തശ്ശി സമ്മാനിക്കുകയാണ്. ശ്രുതി ഒരുപാട് സന്തോഷത്തോടുകൂടി അത് ഏറ്റുവാങ്ങുന്നത് അശ്വിൻ അവിടെ നിന്നിട്ട് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു വിഗ്രഹം മേടിച്ചതിന് ശേഷം പ്രീതി സ്റ്റേജിലേക്ക് കയറി ചെല്ലാണ്. പ്രീതിയുടെ കയ്യിൽ അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പ്രീതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ശ്രുതി. ആ സമയത്ത് അശ്വിൻ ഒന്ന് ചെറുതായിട്ട് ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശ്യാമിന് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ശ്യാമിന് ശ്രുതിക്ക് പ്രൈസ് കിട്ടിയാൽ സന്തോഷമാണ്. ഇതേ സമയം അശ്വിനും ശ്രുതിയും തമ്മിൽ കണ്ണിലിങ്ങനെ നോക്കുന്നത് ശ്യാമ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ശ്യാമിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ശ്യാമ ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിൽ ചെന്നതിന് ശേഷം നടരാജ വിഗ്രഹം നോക്കിയിരിക്കുകയാണ് കേട്ടോ ശ്രുതി. അങ്ങനെ അത് നോക്കിയിരിക്കുന്ന സമയത്ത് അശ്വിനും ശ്രുതിയും കൂടെ കളിച്ചായ ഒരു റൊമാൻറ്റിക് ഡാൻസിനെ കുറിച്ചൊക്കെ ശ്രുതിയുടെ മനസ്സിലേക്ക് വരികയാണ്. ചെറുതായ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ശ്രുതി അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് പ്രീതി വരികയാണ് കേട്ടോ. പ്രീതി എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എന്താ മോളെ നീ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. എന്തായാലും നിൻ്റെ പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു വിഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നീയാണ്. അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാൽ തീരൂല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ശ്രുതി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്.
എന്നിട്ട് ശ്രുതി ഇങ്ങനെ ഒരു കഷ്ണം ജിലേബി എടുത്ത് തിന്നണതാണ്. അപ്പോൾ പ്രീതിക്ക് മനസ്സിലാവും ശ്രുതിക്ക് എന്തോ ടെൻഷൻ ഉണ്ടെന്ന്. എന്ത് പറ്റി നിനക്ക്, എന്താ കാര്യം ചോദിക്കുക? ഒന്നുമില്ല ചേച്ചി, അത് വെറുതെ, എനിക്കറിയാം നിൻ്റെ മുഖം കണ്ടാൽ എന്താണ് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്, മാത്രമല്ല അതെ ഈ ജിലേബി കഴിപ്പും എന്ന് പറയാണ്. അതല്ല ചേച്ചി, ഞാനിനി ആരെങ്കിലോട് നന്ദി പറയാനായിട്ട് വിട്ടുപോയോ, ഈ ഒരു സമ്മാനം നമുക്ക് കിട്ടിയതിലെന്ന് പറയാൻ കേട്ടോ. ചേച്ചി ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് അവിടെ നന്ദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രുതി ഇവിടെ വെച്ച് പറയാൻ കേട്ടോ. മുത്തശ്ശനും അഞ്ജലിക്കും അതുപോലെ തന്നെ രാമേട്ടന് വരെ നന്ദി പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ. പക്ഷേ അശ്വിനെ മാത്രം ആ ശ്രുതി നന്ദി പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇതിൽ പ്രധാനപ്പെട്ട ഒരാളെ നീ ഒഴിവാക്കി കളഞ്ഞല്ലോ മോളെ എന്ന് ചോദിക്കാൻ കേട്ടോ. അതാര് എന്ന് ചോദിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അശ്വിൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അശ്വിൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച്, അതായത് ശ്രുതിനായിട്ടുള്ള ഒരു ഡാൻസും കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് അശ്വിൻ്റെ കയ്യിൽ ശ്രുതിയുടെ ഒരു കമ്മലുണ്ടല്ലോ, ഒരു ബ്ലൂ കളറിൽ ചുരിദാറിട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു കമ്മൽ അശ്വിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ അതിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അമ്മായി ശ്രുതിനെ വന്ന് വിളിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങനെ ഓടി പോകുമ്പോൾ ആ കമ്മൽ താഴെ വീഴുന്നുണ്ട്. അങ്ങനെ അശ്വിൻ അത് എടുക്കുകയാണ്. അശ്വിൻ അത് എടുത്തിട്ട് നോക്കുമ്പോൾ അത് ശ്രുതിനെയാണെന്ന് മനസ്സിലാവണ്ട. അശ്വിൻ അത് ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. പിന്നീട് ശ്രുതിനായിട്ടുള്ള ആ ഒരു ഡാൻസും ആ ഒരു നിമിഷങ്ങളൊക്കെ അശ്വിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു കമ്മലെടുത്തിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്, മാത്രമല്ല കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട് അശ്വിൻ. അങ്ങനെ മനസ്സിലൊരു ശ്രുതിയോടെ ഒരു ഇഷ്ടവും പ്രണയമൊക്കെ തോന്നി ഇങ്ങനെ ആലോചിച്ചും കൊണ്ട് ആ ഒരു കമ്മലും പിടിച്ചിട്ട് അശ്വിൻ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രീതി പറയുന്നതാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. പ്രീതി ശ്രുതിയോട് പറയുന്നുണ്ട്, നീ അശ്വിൻ സാറിനോട് നന്ദി പറഞ്ഞില്ല എന്ന് പറയാൻ കേട്ടോ. വേറെ ആരോട് നന്ദി പറഞ്ഞില്ല, അശ്വിൻ സാറിനോട് നന്ദി പറയുന്നു. അശ്വിൻ സാറിന് ഈ കാരണമാണ് എനിക്ക് ഈ ഒരു പ്രൈസ് കിട്ടിയത് തന്നെ എന്ന് പറയും. അപ്പം എൻ്റെ പെർഫോമൻസ് ഒന്നും മോശമായിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതല്ല, ആ ലാസ്റ്റ് ടൈമിൽ നിൻ്റെ കൂടെ അശ്വിൻ സാറ് വന്ന് ഈ ഡാൻസ് കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സമ്മാനം കിട്ടൂലായിരുന്നു. എത്ര നന്നായിട്ടാണ് അശ്വിൻ സാറ് ഡാൻസൊക്കെ കളിച്ചതെന്നൊക്കെ പ്രീതി പറയാൻ കേട്ടോ. ചേച്ചി ഞാൻ ഈ ജിലേബി കൊണ്ടുപോയി കിച്ചണിൽ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ നടരാജ വിഗ്രഹം കൊണ്ട് പോകാൻ കേട്ടോ. ശ്രുതിക്ക് ഓർമ്മ ഒന്നുമില്ല. എന്നിട്ടിങ്ങനെ അടുക്കളയിൽ ഈ നടരാജ വിഗ്രഹം വെക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കരുത്, ദൈവമേ ഞാൻ എന്ത് ചെയ്യുന്നത് കുട്ടികൃഷ്ണ, ഇനി ഞാനിവിടെ ഒന്നുമല്ലല്ലോ എന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ. ശ്രുതി മനസ്സിൽ അശ്വിൻ തന്നെയാണ് വരുന്നത്, അശ്വിനായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ നന്ദി പറയാൻ കേട്ടോ. നിങ്ങളന്ന് എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരാനായിട്ട് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ എന്നും നിങ്ങളെ ഓർക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അറിയാതെ തന്നെ ശ്രുതി അതൊക്കെ പറഞ്ഞു വേണം. എൻ്റെ കുട്ടിഷ്ണ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വീണ്ടും ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ഇതേ സമയം അഞ്ജലി ശ്യാമ കിടന്ന് ഉറങ്ങാൻ കേട്ടോ. അപ്പോൾ അഞ്ജലി ഉറങ്ങിയെന്ന് മനസ്സിലാവുന്ന സമയത്ത് ശ്യാമ പോയിട്ട് ആ ഒരു ബോക്സ് എടുക്കാനായിട്ട് പോകാൻ കേട്ടോ. അഞ്ജലിനെ കൊല്ലാനായിട്ടുള്ള ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം എടുക്കുകയാണ്. എന്നിട്ട് എടുത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അഞ്ജലിനെ തന്നെ ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.